Good evening, all. CUET PG 2024 എക്സാമിലെ റിയൽ അനാലിസിസ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The set on which f of x is equal to x square is uniformly continuous. So നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ f of x is equal to x square ആണ്. ഈ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള സെറ്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കൊരു ക്ലോസ്ഡ് ഇന്റർവെൽ അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ, ബേസിക്കലി ഒരു ഇന്റർവെല്ലിലെ യൂണിഫോം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ അതിന്റെ എൻ പോയിന്റ്സിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ആദ്യത്തെ രണ്ട് ഓപ്ഷനിൽ രണ്ട് ഇന്റർവെൽസ് ആണ് ഉള്ളത് വിത്ത് എൻ പോയിന്റ്സ് -1 and 1. അപ്പൊ നമുക്ക് ആ ലിമിറ്റ്സ് ഒന്ന് കണ്ടു നോക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 f of x എന്ന് പറയുന്നത് ക്ലിയർലി ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 x square ആണ്, which is equal to -1 whole square, which is 1. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സിമിലർലി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 f of x ഒന്ന് കണ്ടുനോക്കാം. അതായത് അടുത്ത എൻ പോയിന്റിലെ ലിമിറ്റ് ആണ് കാണുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x square again 1 which exist. സോ എൻ പോയിന്റ്സിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാം. സോ closed interval -1 and open interval -1 are sets on which f is uniformly continuous. So ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഈ രണ്ട് സെറ്റ്സിലും ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ നോവർ എന്നുള്ള ഓപ്ഷൻ റോങ് ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ഇൻകറക്റ്റ്. ഇനി എൻറ്റയർ ആറിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പം ആർ എന്നുള്ളതിനെ -∞ to ∞ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇൻഫിനിറ്റിയിൽ നമ്മൾ ലിമിറ്റ് കാണുന്ന സമയത്ത് ഇൻഫൈനൈറ്റ് ലിമിറ്റ് ആണ് വരുന്നത്. ഇവിടെ ഫൈനൈറ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൂടെ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ദിസ് എക്സിസ്റ്റ് ഫൈനൈറ്റ്ലി എക്സിസ്റ്റ് ചെയ്യണം, ഫൈനൈറ്റ് വാല്യൂ കിട്ടണം. അപ്പം ആറിലും ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. സോ ഇറ്റ്സ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ -1 ആൻഡ് ഓപ്പൺ ഇന്റർവെൽ -1. സ്പെസിഫിക്കലി ഏതൊരു ഫൈനൈറ്റ് ഇന്റർവെല്ലിലും ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആൻഡ് ബി ആണ്. ഓക്കെ, അത് സ്മോൾ ലെറ്റർ ആണ് ഉദ്ദേശിച്ചത്. സി. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എ ആൻഡ് ബി ഓൺലി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. For which value of k the function f of x is equal to kx square x greater than or equal to 1 for x less than 1 is continuous at x is equal to 1. സോ ഇവിടെ ഫംഗ്ഷൻ പീസ് വൈസ് ഡിഫൈൻഡ് ആണ്. ബ്രേക്ക് വരുന്നത് 1-ലാണ്. ഇവിടെ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 1 നോക്കാൻ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 if left limit at 1 and right limit at 1 are equal. So f is continuous at x is equal to 1 if limit x tends to 1 minus f of x is equal to limit x tends to 1 plus f of x. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ 1 പാർട്ടിലെ ഫംഗ്ഷൻ നമ്മൾ എടുക്കണം. സോ 4 ഇസ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് കാണുന്ന സമയത്ത് കെ എക്സ് സ്ക്വയറിൽ നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. സോ കെ ഇൻറ്റു 1 സ്ക്വയർ. സോ ക്ലിയർലി കെ ഈക്വൽ ടു 4 ആണ് വാല്യൂ. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ലിമിറ്റ് കണ്ടുപിടിക്കാനാണ്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. 2-പാത്ത് ടെസ്റ്റ് വെച്ച് ലിമിറ്റ് എക്സിസ്റ്റ് വി ഹാവ് 2-പാത്ത് ടെസ്റ്റ് ഫോർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ്. അപ്പൊ നമുക്കൊരു പാത്ത് എടുത്ത് നോക്കാം. y ഈക്വൽ ടു എം എക്സ് ആൻഡ് ദെൻ എക്സ് ടെൻസ് ടു 0. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഡിഫറെന്റ് പാത്സിൽ ഡിഫറെന്റ് ലിമിറ്റ്സ് ആണെങ്കിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതാണ് കൺക്ലൂഷൻ. വൈക്ക് എം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ ഒരു എക്സ് സ്ക്വയർ കോമൺ എടുക്കാം 1 പ്ലസ് എം സ്ക്വയർ. എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എം ബൈ 1 പ്ലസ് എം സ്ക്വയർ. ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. സോ വി ഹാവ് ദിസ് ഇസ് ഈക്വൽ ടു എം ബൈ 1 പ്ലസ് എം സ്ക്വയർ. ഇപ്പൊ നമ്മളിപ്പോ എടുത്ത പാത്ത് y ഈക്വൽ ടു എം എക്സ് ആണ്. ഞാനത് y ഈക്വൽ ടു 2 ഡിഫറെന്റ് വാല്യൂസ് y ഈക്വൽ ടു 0 2 1 ഡിഫറെന്റ് വാല്യൂസ് അസ്യൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലിമിറ്റിന് ഡിഫറെന്റ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ എം ഓർ പാത്ത്.
ഡിപ്പെൻഡിങ് ഓൺ എം എന്ന് പറയുമ്പോൾ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Therefore, by two-path test or path test, limit does not exist. So, answer option D ആണ്, does not exist. Fourth question നോക്കാം. ഒരു സീരീസ് തന്നിട്ടുണ്ട്. സീരീസ് m equal to 0 to infinity am divided by m square plus m where a is greater than 0. ഇത് കൺവേർജ് ചെയ്യുന്നത് എവിടെയാണ്? ഫോർ വിച്ച് വാല്യൂസ് ഓഫ് a എന്നാണ് നോക്കേണ്ടത്. ഇതിന് ഞാനൊന്ന് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ലിമിറ്റ് ഇവിടെ m ആണ് വേരിയബിൾ, m tends to infinity am plus 1 by am. So this is equal to limit m tends to infinity am plus 1 എന്ന് പറയുമ്പോൾ a m plus 1 വരും. a ഓൾറെഡി ഉള്ളത് കൊണ്ട് ജസ്റ്റ് bm plus 1 by bm, ടേമിനെ b വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ ഇതിലത്തെ mth ടേമിനെ bm എന്നാണ് വിളിക്കുന്നത്. സോ bm plus 1 by bm. സോ bm plus 1 എന്ന് പറയുന്നത് a raised to m plus 1 divided by m plus 1 whole square plus m plus 1 ആണ്. ഡിവൈഡഡ് ബൈ bm എന്ന് പറയുമ്പോൾ a raised to m by m square plus m. ഇനി ഈ ലിമിറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. This is equal to limit m tends to infinity a raised to m plus 1 divided by, താഴെ നമുക്കൊരു m സ്ക്വയർ പുറത്തെടുക്കാം ത്രൂ ഔട്ട്. അപ്പൊ ഇവിടെ 1 plus 1 by m ഹോൾ സ്ക്വയർ ആവും. സെക്കൻഡ് ടേമിൽ 1 by m plus 1 by m സ്ക്വയർ ആവും. സെക്കൻഡ് ടേമിൽ നിന്നും ഞാനൊരു m സ്ക്വയർ പുറത്തെടുക്കുന്നു, കംപ്ലീറ്റ്ലി അത് എല്ലാ ടേമിന്റെയും കോമൺ ആയിട്ട് പുറത്തേക്ക് കൊടുക്കുന്നു. ഇനി ഈ ഡിനോമിനേറ്റർ ഫ്ലിപ്പ് ചെയ്യാം നമുക്ക്. m സ്ക്വയർ പ്ലസ് m by a raised to m. അപ്പം ഇവിടെ ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി ഫർദർ സിംപ്ലിഫൈ ചെയ്ത് ലിമിറ്റ് കാണുകയാണ്. ഇതിനെ a raised to m ടൈംസ് a എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ m സ്ക്വയർ ഇൻറ്റു ഈ ടേം അങ്ങനെ തന്നെ വരുന്നു, 1 plus 1 by m ഹോൾ സ്ക്വയർ പ്ലസ് 1 by m പ്ലസ് 1 by m സ്ക്വയർ. സെക്കൻഡ് ടേമിൽ ഇതുപോലെ ഒരു m സ്ക്വയർ പുറത്തെടുക്കാം, 1 plus 1 by m ആൻഡ് ഡിവൈഡഡ് ബൈ a raised to m. a raised to m a raised to m ക്യാൻസൽ ചെയ്ത് പോകുന്നു. സിമിലർലി m സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. ഇനി നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി a by 1 plus 1 by m ഹോൾ സ്ക്വയർ പ്ലസ് 1 by m പ്ലസ് 1 by m സ്ക്വയർ. mന് ഇൻഫിനിറ്റി കൊടുക്കാം. സോ ദിസ് ഇസ് a by 1 plus 0 ഹോൾ സ്ക്വയർ പ്ലസ് 0 plus 0. സോ ബേസിക്കലി a by 1 വിച്ച് ഇസ് ഈക്വൽ ടു a. ഇത് കൺവേർജ് ചെയ്യുന്നതും ഡൈവേർജ് ചെയ്യുന്നതും എവിടെയാണെന്നാണ് നോക്കേണ്ടത്. സോ ബൈ റേഷ്യോ ടെസ്റ്റ് series converge if this limit is less than 1. So a less than 1 il converge ചെയ്യും. diverge if a greater than 1. a എന്ന് വെച്ചാൽ ഈ ലിമിറ്റ് ഇവിടെ എന്താണോ ലിമിറ്റ് കിട്ടുന്നത് ആ ലിമിറ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഇനി ഈക്വൽ ടു 1 എന്നുള്ളൊരു കേസ് കൂടി ഉണ്ട്. ഇപ്പം ഈ ലിമിറ്റ് ഈക്വൽ ടു 1 കിട്ടിയാൽ ഈ ടെസ്റ്റ് ഫെയിൽ ആവും. അപ്പൊ നമുക്ക് സീരീസിൽ തന്നെ a ഈക്വൽ ടു 1 എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഇതില് a ഈക്വൽ ടു 1 കൊടുക്കുകയാണ്. ഇപ്പൊ സീരീസ് എന്താവും? സീരീസ് m ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1 raised to m, അതായത് 1 by m സ്ക്വയർ പ്ലസ് m. ഇത് ക്ലിയർലി 1 by ഓൾജിബ്രൈക് ഫംഗ്ഷൻ ആണ് വെർ ഡിഗ്രി ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ ബൈ പി ടെസ്റ്റിന്റെ എക്സ്റ്റൻഷൻ വെച്ച് അല്ലെങ്കിൽ 1 by m സ്ക്വയർ എന്നുള്ള പോളിനോമിയലുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് പറയാം? ദിസ് കൺവേർജസ്. a ഈക്വൽ ടു 1 ഇത് ആക്ച്വലി കൺവേർജന്റ് ആണ്. സോ ഈക്വൽ ടു 1 കൺവേർജന്റ് ആണ്, ലെസ് ദാൻ 1 കൺവേർജന്റ് ആണ്. സോ ഐ ക്യാൻ സേ ഇറ്റ് ഇസ് കൺവേർജന്റ് ഇഫ് a is less than or equal to 1 and diverges if a is greater than 1. So converges if a less than or equal to 1. So D ശരിയാണ്. അതുപോലെ diverges if a greater than 1. B ശരിയാണ്. കൺവേർജസ് ഇഫ് എ ലെസ് ദാൻ 1 അതും ശരിയല്ലേ? കൺവേർജസ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞിട്ടില്ല. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 തന്നെ നമുക്ക് കൺവേർജന്റ് ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് എ ലെസ് ദാൻ 1 കൺവേർജന്റ് ആണ്. എ ബി ആൻഡ് ഡി ആണ് ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അത് ഇവിടെ ഓപ്ഷനിൽ നൺ ഓഫ് ദം ആണ്. ഈ ഒരു ഓപ്ഷനും കറക്റ്റ് അല്ല. നൺ ഓഫ് ദം ആർ കറക്റ്റ് ബിക്കോസ് ഡി ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ലൈക്ക് എ ആൻഡ് ബി ഇസ് കമ്മിങ് അപ്പ് ഇൻ ഓപ്ഷൻ എ ബട്ട് ഡി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. സോ we have to modify option A to have a correct answer. So A, B, D. 3 statements are correct here. C is incorrect because we are having a greater than or equal to 1 here, but at a equal to 1, it's not divergent. It is actually convergent. So answer is option
ആസ് ഓഫ് നൗ നൺ ഓഫ് ദി അബവ് ആണ്, ബട്ട് മോഡിഫൈ ചെയ്താൽ ആക്ച്വലി എ ബി ആൻഡ് ഡി. നിങ്ങൾക്ക് അങ്ങനെ ഓർക്കാം, എ ബി ആൻഡ് ഡി. ഇവിടെയും സ്മോൾ ലെറ്റേഴ്സ് ആണ്, എ ബി ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കേണ്ടത്. എവറി കൺവേർജൻസ് സീക്വൻസ് ഇസ് ബൗണ്ടഡ്. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. എല്ലാ കൺവേർജൻസ് സീക്വൻസസും ബൗണ്ടഡ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എവറി ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്. ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം ആണ്. ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം വെച്ച് ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബിയും ട്രൂ ആണ്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. In R, a sequence is convergent if and only if it is a Cauchy sequence. So in a complete space, a sequence is convergent if and only if Cauchy ആണ്. R complete ആണ്. So R convergent if and only if Cauchy hold ചെയ്യുന്നുണ്ട്. So C യും true ആണ്. അതിനർത്ഥം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബാക്കിയുള്ള ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് a bounded sequence which does not converge has a unique limit point. കൺവേർജ് ചെയ്യാത്ത ഒരു ബൗണ്ടഡ് സീക്വൻസ് എടുത്താൽ അതിന് യുണീക് ലിമിറ്റ് പോയിന്റ് ആണെന്നാ പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. -1 ഹോൾ റേസ് ടു n ബൗണ്ടഡ് ആണ്, നോട്ട് കൺവേർജന്റ്, ഇത് കൺവേർജ് ചെയ്യുന്നുമില്ല. അപ്പൊ ബൗണ്ടഡ് ആൻഡ് ഡസ് നോട്ട് കൺവേർജ് എന്നുള്ള കണ്ടീഷൻ ഈ an ഈക്വൽ ടു -1 ഹോൾ റേസ് ടു n സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ലിമിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് 1ഉം -1ഉം ആണ്, ബിക്കോസ് 1 is repeating infinite number of times and similarly -1 is also repeating infinite number of times. So ഇതിന് രണ്ട് ലിമിറ്റ് പോയിന്റ് ഉണ്ട്. It's not unique. So statement D false ആണ്. So answer is option D. Next question നോക്കാം. 6th one. Which statements are correct? ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയും ഇതൊന്ന് ചേഞ്ച് ചെയ്യാം. A, B, C, D. Okay. A closed set either contains an interval or is nowhere dense. അത് ക്ലോസ്ഡ് സെറ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. ക്ലോസ്ഡ് സെറ്റ്സിനകത്ത് നിങ്ങൾ ഏത് ക്ലോസ് സെറ്റ് എടുത്താലും അതിനകത്ത് നമുക്കൊരു ഇന്റർവെൽ കണ്ടുപിടിക്കാൻ കഴിയും. അതർവൈസ് ഇറ്റ് ഇസ് നോവർ ഡെൻസ്. ക്ലോസ്ഡ് ഇന്റർവെൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു അതർ ഇന്റർവെൽ കാണാം. അല്ലെങ്കിൽ ഇനി അല്ലാത്ത ക്ലോസ്ഡ് സെറ്റ്സ് ആണെങ്കിൽ അത് നോവർ ഡെൻസ് ആയിരിക്കും. സോ അത് പ്രോപ്പർട്ടി ആണ്. സോ സ്റ്റേറ്റ്മെന്റ് എ ട്രൂ ആണ്. പേ ഇല്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ഡി ഈസ് ഇൻകറക്റ്റ്. ഡിറൈവ്ഡ് സെറ്റ് ഓഫ് എ സെറ്റ് ഇസ് ക്ലോസ്ഡ്. സോ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സ് ക്ലോസ്ഡ് ആണ്. അത് സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സിന്റെ ഡിറൈവ്ഡ് സെറ്റിന്റെ പ്രോപ്പർട്ടി ആണ്. സോ സ്റ്റേറ്റ്മെന്റ് ബിയും ട്രൂ ആണ്. ഇനി ഏതെങ്കിലും ഓപ്ഷനിൽ ബി ഇല്ലെങ്കിൽ നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യാം. സോ സിയും ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഡി പറയുന്നത് ആർ ഇസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. അതും ട്രൂ ആണ്. ആർ ഇസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് എന്നുള്ളത് ട്രൂ ആണ്. ആറും എംപ്റ്റി സെറ്റും ആണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സെറ്റ്സ്. അപ്പം ഡി ശരിയാണ്. അപ്പം ഓപ്ഷൻ ബിയില് എല്ലാം ഓൺലി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഡിയും കറക്റ്റ് ആണെന്ന്. സോ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഡി ശരിയാണ്. ഇനി സി പറയുന്നത് ആർബിട്രറി യൂണിയൻ ഓഫ് ആർബിട്രറി ക്ലോസ്ഡ് സെറ്റ്സ് ഇസ് ക്ലോസ്ഡ്. അത് തെറ്റാണ്. യൂണിയൻ ഓഫ് ആർബിട്രറി ഓപ്പൺ സെറ്റ്സ് ആണ് ഓപ്പൺ. അതിൽ പറയാനുള്ളത് ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആയിരിക്കും. ഇനി ഓപ്പൺ സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ പറയുന്ന കേസിൽ ഫൈനൈറ്റ് ഇന്റർസെക്ഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആണ്. ആർബിട്രറി ഇന്റർസെക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി ക്ലോസ്ഡ് സെറ്റ്സിന്റെ കേസിൽ ആർബിട്രറി ഇന്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആണ്. തിരിച്ചാണ് വരുന്നത്. ആർബിട്രറി ഇന്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആണ്. ഇനി ക്ലോസ്ഡ് സെറ്റ്സിന്റെ യൂണിയന്റെ കേസിൽ ഫൈനൈറ്റ് യൂണിയൻ ആണ് ക്ലോസ്ഡ്. ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ്. അപ്പൊ ഇവിടെ പറഞ്ഞത് ആർബിട്രറി യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആണെന്നാണ്, വിച്ച് ഇസ് ഇൻകറക്റ്റ്. ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ അത് കംപ്ലീറ്റ് ചെയ്യാണ് ഈക്വൽ ടു ഓപ്പൺ. സോ യൂണിയന്റെ കേസിൽ ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആവുന്നത് ഫൈനൈറ്റ് യൂണിയൻ എടുക്കുമ്പോഴാണ്. സോ സി ഈസ് ഇൻകറക്റ്റ്. സോ ഇത് തെറ്റാണ്. എ ബി ഡി ആണ് കറക്റ്റ് ആൻസർ, വിച്ച് ഇസ് ഇൻ ഓപ്ഷൻ എ. 7th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സാറ്റിസ്ഫൈസ് റോൾസ് തിയറം? റോൾസ് തിയറം പറയുന്നത് ഒരു ഫംഗ്ഷൻ എഫ് എടുക്കുന്നു, വിച്ച് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി, differentiable on open AB, and also f of A is equal to f of B.
So suppose f satisfies all these, അതായത് f continuous on closed AB ആയിരിക്കണം, differentiable on open AB ആയിരിക്കണം, and f of a is equal to f of b യും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ നമുക്കൊരു പോയിന്റ് കണ്ടെത്താം such that derivative at this point is equal to 0. ഇതാണ് റോൾസ് തിയറം പറയുന്നത്. അപ്പൊ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ റോൾസ് തിയറം എന്നേ ചോദിക്കുന്നുള്ളൂ. സോ we are supposed to find a function, like we are supposed to find which of the function satisfies the conditions of Rolle's theorem. അതായത് continuous on ആ interval ആയിരിക്കണം, differentiable on respective open interval ആയിരിക്കണം, f of a equal to f of b ആണ്, എൻ പോയിന്റ്സിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് f of b. ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ നോക്കാം. ഇത് പറഞ്ഞ പോലെ സിംഗിൾ ആൻസർ ഉള്ള വേറെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇല്ല, ഇതിൽ ഒരു ആൻസറേ ഉള്ളൂ. f of x is equal to sin x ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ക്ലോസ്ഡ് 0 to pi. sin x ക്ലിയർലി കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ആർ ആണ്, ഡിഫറൻഷ്യബിളും ആണ്. സോ ഈ ഇന്റർവെല്ലിലും ഈ ഡിഫറൻഷ്യബിലിറ്റിയും കണ്ടിന്യൂറ്റിയും ഒക്കെ ഹോൾഡ് ചെയ്യും. എൻ്റയർ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ തന്നെ ഹോൾഡ് ചെയ്യും, അപ്പോൾ ഓപ്പൺ ഇന്റർവെല്ലും എന്തായാലും ഹോൾഡ് ചെയ്യും. ഇനി എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് സൈൻ 0 0 ആണ്, എഫ് ഓഫ് 2π എന്ന് പറയുന്നത് സൈൻ 2π 0. സോ സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, ബിക്കോസ് ഇതിന് ഒരു ആൻസറേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് അവർ ആൻസർ. ഇനി ബാക്കി ഓപ്ഷൻസ് എങ്ങനെ തെറ്റിക്കാം എന്ന് പറഞ്ഞാൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് നോട്ട് ഡിഫറൻഷ്യബിൾ ഓൺ 0 ആണ് അല്ലെ. നമുക്കറിയാം നമ്മൾ മോഡുലസ് ഓഫ് സംതിങ് പറയുമ്പോൾ അതിന്റെ സീറോസിലാണ് അത് ഡിഫറൻഷ്യബിൾ അല്ലാത്തത്. സോ not differentiable at x equal to 0 and x equal to 0 -1 1ലുള്ള പോയിന്റ് ആണ്. നമ്മൾ പറഞ്ഞത് ആ കറസ്പോണ്ടിങ് ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആവണമെന്നായിരുന്നു. സോ -1 1ൽ ഉള്ള ഒരു പോയിന്റ് 0ൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ല, ഇത് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ സിയിൽ പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1 ആണ്. എക്സ് മൈനസ് 1ന്റെ 0ൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ല. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1. അവിടെ തന്നിട്ടുള്ള ഇന്റർവെല്ലിൽ -2 2 ആണ്, അതിനകത്തുള്ള പോയിന്റ് ആണ് 1. ഓപ്പൺ ഇന്റർവെൽ -2 2ൽ 1 is a part of that interval. So this is also not satisfying the conditions of Rolle's theorem because it's not differentiable at the open interval. ഇനി ലാസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x ആണ്. ഇന്റർവെല് -1 1 ആണ്. ഇത് ക്ലിയർലി നോട്ട് ഈവൻ കണ്ടിന്യൂസ് ഓർ നോട്ട് ഈവൻ ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും ഒന്നും എക്സ് ഈക്വൽ ടു 0ൽ ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് ബിലോങ്ങിങ് ടു -1 1. സോ ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് എ കിട്ടിയാൽ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. ബിക്കോസ് ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്നൊന്നും അല്ല, ജസ്റ്റ് ഏതാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. അതായത് വേറെ ഇനി എ ആൻഡ് ബി സി ആൻഡ് ഡി എന്നൊന്നും പറഞ്ഞ ചോയ്സസ് ഒന്നും ഇല്ല. സോ ഡയറക്റ്റ് 1 കിട്ടിയാൽ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8th one. If u is homogeneous of degree n, then x dou u by dou x plus y dou u by dou y equal to nu. This is ഈ തിയറത്തിന്റെ പേരാണ് ചോദിച്ചത്. ഇത് സെവറൽ വേരിയബിൾസ് ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾസിൽ ഒരു വെൽ നോൺ തിയറം ആണ്, വിച്ച് ഇസ് ദി ഓയിലേഴ്സ് തിയറം. സോ ഇത് ഓയിലേഴ്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. 9th question നോക്കാം. The area bounded by y is equal to e raised to x and x equal to 1 in the first quadrant. ഒരു റഫ് സ്കെച്ച് വരയ്ക്കുകയാണെങ്കിൽ y equal to e raised to x ന്റെ ഗ്രാഫ് സംഭവം എങ്ങനെയാണ് ഉണ്ടാവുക? വെർട്ടിക്കൽ ലൈൻ x is equal to 1. x equal to 1 എന്ന് പറയുമ്പോൾ ഇതാണ് 1 എങ്കിൽ ഇങ്ങനെ ഒരു ലൈനാണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ബൗണ്ട് ചെയ്യുന്ന ഏരിയ. സോ ഈ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. സോ ക്ലിയർലി എക്സ് വേരി ചെയ്യുന്നത് 0 to 1 ആണ്. ആൻഡ് ഇതാണ് നമ്മുടെ കർവ് y equal to e raised to x. സോ ഏരിയ ബൗണ്ടഡ് ബൈ എ കർവ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്താൽ മതി. സോ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഈ പറഞ്ഞ റിക്വയർഡ് റീജിയനിൽ എക്സ് വേരീസ് ഫ്രം 0 to 1 ആണ്. സോ 0 to 1 e raised to x. ഈ ഫംഗ്ഷൻ e raised to x ബൗണ്ട് ചെയ്ത റീജിയൻ അല്ലേ. സോ e raised to x dx. അപ്പൊ നമുക്ക് നോക്കാം, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to x തന്നെ വരും വിത്തിൻ ദ ലിമിറ്റ് 0 to 1. സോ e പവർ 1 മൈനസ് e പവർ 0, അതായത് e മൈനസ് 1 ആണ് ആൻസർ. ആൻഡ് ദാറ്റ്സ് ഇൻ ഓപ്ഷൻ ഡി. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Let h of x is equal to 1 plus x, g of x is equal to root of 1 plus x, f of x is equal to 1 minus x, k of x is equal to root of 1 minus x. ഇവരെ നമ്മൾ മാച്ച് ചെയ്യണം. ഓക്കെ, ഇതാണ് ലിസ്റ്റ് 1, ഇതാണ് ലിസ്റ്റ് 2.
അതായത് ഇവര് എവിടെയാണ് വെൽ ഡിഫൈൻഡ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ കുറച്ച് കോമ്പോസിഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്ന ഫങ്ഷൻസ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കെ കോമ്പോസിഷൻ എഫ് ആണ്. കെ കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ കെ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. കെ ഇവാലുവേറ്റഡ് അറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1 - x ആണ്. കെ ഓഫ് 1 - x എന്ന് പറയുമ്പോൾ കെ ഓഫ് എക്സ് റൂട്ട് ഓഫ് 1 - x ആണ്. അപ്പൊ റൂട്ട് ഓഫ് 1 - 1 - x വരും. അതായത് റൂട്ട് ഓഫ് എക്സ് എന്നുണ്ടാവും. 1 ഉം 1 ഉം ക്യാൻസൽ ആവും. മൈനസ് മൈനസ് പ്ലസ് എക്സ്. ഇത് ആക്ച്വലി ക്വസ്റ്റ്യനിൽ ഒരു സെന്റൻസ് മിസ്സിംഗ് ഉണ്ട് തോന്നുന്നു. ഇല്ല, ഇങ്ങനെ തന്നെ ഉള്ളൂ. നമ്മളിത് മാച്ച് ചെയ്യാനാണ്. അപ്പൊ ഇത് ഇവരുടെ വെൽ ഡിഫൈൻഡ്നെസ്സോ അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആയത് എവിടെയാണോ എന്താണോ നമുക്ക് നോക്കാം. ഇവിടെ റൂട്ട് എക്സ് എന്നാണ് കിട്ടിയത്. കെ കോമ്പോസിഷൻ എഫ് റൂട്ട് എക്സ് എന്നാണ് കിട്ടിയത്. ഇത് ഡിഫൈൻഡ് ആവുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയിലാണ്. പിന്നെ എല്ലാ ഓപ്ഷനിലും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ഒക്കെയാണ്. അപ്പൊ നമ്മൾ ആ സീറോ ആവുന്ന പോയിന്റോടെ റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇവർ ഡിഫറൻഷ്യബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും ഡിഫറൻഷ്യബിൾ ആവുന്ന എവിടെയാണെന്നുള്ളത് നോക്കിയാൽ മതി. സോ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. അതായത് എക്സ് ഈക്വൽ ടു സീറോയില് ആക്ച്വലി ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ആണ്. ജി കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ആണ്. ജി കോമ്പോസിഷൻ എച്ച് വരുന്ന സമയത്ത് ജി ഓഫ് എച്ച് ഓഫ് എക്സ് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 + x ആണ്. റൂട്ട് ഓഫ് 1 + 1 + x എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 + x. ഇത് ഡിഫൈൻഡ് ആവുന്നത് 2 + x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. മീനിങ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. ഇവിടെ അതിന്റെ സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി ആണ് കൊടുത്തത്. നമുക്ക് കറസ്പോണ്ടിംഗ്ലി മാച്ച് ചെയ്യാം. കെ കോമ്പോസിഷൻ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സീറോ. സോ ഡിയിലേക്ക് മാച്ച് ചെയ്യണം. 1 ഇസ് മാച്ചിങ് ടു ഡി അല്ലെങ്കിൽ ഡി ഇസ് മാച്ചിങ് ടു 1. സോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് അവർ ആൻസർ. ബാക്കി ജസ്റ്റ് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്, ജി കോമ്പോസിഷൻ എച്ച് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഗ്രേറ്റർ ദാൻ -2ലേക്ക് മാപ്പ് ചെയ്യണം. അതായത് 2 ടു സി 2ലേക്ക്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എഫ് ആണ്. സോ ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1 - x ആണ്. റൂട്ട് ഓഫ് എഫ് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 1 + x അല്ലേ? അപ്പൊ അതില് 1 + 1 - x എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 - x. ഇത് വെൽ ഡിഫൈൻഡ് ആവണമെങ്കിൽ ഇന്നർ പാർട്ട് എഗെയിൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അതായത് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x അഥവാ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പം ഇത് മാച്ച് ചെയ്യുന്നത്, തേർഡ് സ്റ്റേറ്റ്മെന്റ് മാച്ച് ചെയ്യുന്നത് ബിയിലേക്കാണ്, 3B. ഇനി ലാസ്റ്റ് കോമ്പോസിഷൻ പറയുന്നത് എച്ച് കോമ്പോസിഷൻ ജി ആണ്. സോ എച്ച് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എച്ച് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 + x ആണ്. റൂട്ട് ഓഫ് 1 + x. എച്ച് ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 + x ആണ്. സോ 1 + റൂട്ട് ഓഫ് 1 + x എന്ന് കിട്ടും. അപ്പൊ ഇവിടെ അഗെയിൻ ഈ ഫംഗ്ഷന്റെ വെൽ ഡിഫൈൻഡ്നെസ്സിന് ആ ഇന്നർ പാർട്ട് സ്ക്വയർ റൂട്ടിന്റെ അണ്ടറിൽ വരുന്ന ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയാൽ മതി. So x is greater than or equal to -1. So this is matching to all reals greater than -1. So answer is option C. 11th question. Limit n tends to infinity 1 + 1 / √n + 1 / √2n + etc. 1 / √n square. ഇതില് ഈ ടേംസിനെ ഇങ്ങനെ എഴുതാം. സമേഷൻ k ഈക്വൽ ടു 1 to n 1 / √k n. k 0 സ്റ്റാർട്ട് ചെയ്യുന്നില്ല. k 0 സ്റ്റാർട്ട് ചെയ്താൽ 1/0 എന്നുള്ള പോലെ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അപ്പൊ k ഈക്വൽ ടു 1 to n എടുക്കുകയാണ്. അപ്പം kക്ക് 1 കൊടുക്കുമ്പോൾ 1 / √n വരും. kക്ക് 2 കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 1 / √2n ആൻഡ് സോ ഓൺ. അറ്റ് ലാസ്റ്റ് n കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് n × n, അതാണ് √n². അപ്പൊ ഇവിടെ നമ്മളിപ്പം ഈ ടേമിന് ഞാൻ ഇതിന് L എന്ന് കൊടുക്കുകയാണ്. L ആണ് കാണേണ്ടത്. അപ്പൊ ആക്ച്വലി അത്
ദിസ് ഹോൾ ടേമിന്റെ ലിമിറ്റ് ആണ്. പക്ഷെ ഞാനിപ്പോ സമ്മേഷനിൽ മാറ്റി എഴുതിയത് ഇത്രയും ഭാഗത്തിനെയാണ്. സോ 1 അപ്പോഴും അവിടെ സ്റ്റേ ചെയ്യും. സോ L is equal to limit n tends to infinity 1 സെപ്പറേറ്റ് വെക്കുന്നു, ബാക്കി ഭാഗത്തിന് സമ്മേഷൻ ആക്കിയിട്ട് വെക്കുന്നു. ഇനി ലിമിറ്റ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. ഇനി ബാക്കിയുള്ളത് ലിമിറ്റ് n tends to infinity സമ്മേഷൻ k equal to 1 to n 1 by root of kn. ഇതിനെ റേമാൻ സം തിയറത്തിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ലിമിറ്റ് n tends to infinity 1 by n സമ്മേഷൻ ഫംഗ്ഷൻ ഓഫ് k by n എന്ന് എഴുതാൻ പറ്റിയാൽ ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് റേമാൻ സം തിയറത്തിന്റെ ഇന്റഗ്രൽ ഫോർമുല വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ സമ്മേഷൻ k equal to 1 to n. ഇവിടെ എനിക്കൊരു 1 by n വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്, റേമാൻ സം തിയറം കൊടുക്കണമെങ്കിൽ. ഇവിടെ ഞാനൊരു 1 by n കിട്ടണം, എനിക്കൊരു 1 by n കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കെ എൻ. സോ ഈ എന്നും എന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ 1 by n ഔട്ട്സൈഡ് ദ സമ്മേഷൻ. ഇതിനെ 1 പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n ഞാൻ പുറത്തേക്ക് എഴുതുന്നു, സമ്മേഷൻ k ഈക്വൽ ടു 1 to n. ഇതിപ്പം താഴെ ഒരു ഈ n 1 by n പുറത്തേക്ക് എഴുതി. ഇനി n ബൈ റൂട്ട് കെ എൻ ഉണ്ട്. അപ്പൊ അതിനെനിക്ക് റൂട്ട് എൻ ബൈ റൂട്ട് കെ എന്ന് എഴുതാലോ, കാരണം ഈ റൂട്ട് എന്നും എന്നും ക്യാൻസൽ ചെയ്തിട്ട് റൂട്ട് എൻ ആയിട്ട് മാറും. അതായത് 1 പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n. ഓൾമോസ്റ്റ് ആ ഫോമിലായി, പക്ഷെ k by n ഫോമിലാണ് വേണ്ടത്. ഇതിപ്പം n by k ആണ്. ഇതിനെ തന്നെ എനിക്ക് ആ റൂട്ട് ടെന്നിനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് 1 by റൂട്ട് n എന്ന് എഴുതാം, എന്നിട്ട് സ്ക്വയർ റൂട്ടും ക്ലബ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 by റൂട്ട് ഓഫ് k by n എന്ന് എഴുതി ആ ടേമിനെ. സോ 1 പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n എഫ് ഓഫ് സമ്മേഷൻ ഉണ്ട്, സമ്മേഷൻ k ഈക്വൽ ടു 1 to n എഫ് ഓഫ് k by n ആണിത്, വേർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by സ്ക്വയർ റൂട്ട് എക്സ്. എക്സിന് k by n കൊടുക്കുമ്പോഴാണ് ഈ ഫംഗ്ഷൻ കിട്ടുന്നത്. ബൈ റേമാൻ സം തിയറം 1 ഓൾറെഡി ഉണ്ട്, പ്ലസ് ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. സോ 1 by റൂട്ട് എക്സ് ഡി എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 by റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പം എക്സ് റേസ് ടു മൈനസ് 1 by 2ന്റെ ഇന്റഗ്രൽ ഒക്കെ പോലെയാണ്. അതായത് 2 റൂട്ട് എക്സ് ആണ് ഇന്റഗ്രൽ, 2 റൂട്ട് എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 to 1. സോ 1 പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, സോ 2 മൈനസ് 0 എന്ന് കിട്ടും. സോ 1 പ്ലസ് 2 3. 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സോ ഇവിടെ ഒരു സമ്മേഷൻ നൊട്ടേഷനിലേക്കും റേമാൻ ഫോമിലേക്കും ഒക്കെ കൊണ്ടുവരാൻ പറ്റിയത് സെക്കൻഡ് ടേം തൊട്ടാണ്. അപ്പൊ അവർ ഒന്നിച്ച് എഴുതി, ബാക്കി ആ 1നെ സെപ്പറേറ്റ് ചെയ്തു. കോൺസ്റ്റന്റിന് ലിമിറ്റ് കോൺസ്റ്റന്റ് തന്നെ ആയതുകൊണ്ട് ആ 1 എന്നുള്ള പാർട്ടിന്റെ ലിമിറ്റ് 1 തന്നെ ഉണ്ടാവും. ബാക്കിക്ക് സെപ്പറേറ്റ്ലി നമ്മൾ 2ഉം കണ്ടുപിടിച്ചു. സോ ഇൻ ടോട്ടൽ 1 പ്ലസ് 2 3 ആണ് ലിമിറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് ഇന്റർവൽ അണ്ടർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇസ് ക്ലോസ്ഡ് ആണ്, എയ്തർ ക്ലോസ്ഡ് ഓർ ഓപ്പൺ, ഓപ്പൺ ആണ്, ക്ലോസ്ഡ് ഇന്റർവൽ ഓർ സിംഗിൾട്ടൺ. സോ നമ്മളൊരു ക്ലോസ്ഡ് ഇന്റർവെലിന് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ അണ്ടറിൽ ഇമേജ് നോക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കുന്നു ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ -1. ഇതിന്റെ റേഞ്ച് ക്ലിയർലി എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, ഞാൻ ഡൊമെയിൻ ആയിട്ട് എടുത്തത് ക്ലോസ്ഡ് ഇന്റർവെല്ലും ആണ്. ഇനി റേഞ്ച് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ സിംഗിൾട്ടൺ ആണോ എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഇമേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ഇമേജ് നോക്കുകയാണെങ്കിൽ -1 1ൽ ഉള്ള ഫംഗ്ഷൻസിനെ സ്ക്വയർ ചെയ്താൽ ക്ലിയർലി 0 1 ആണ് കിട്ടുക. 0 1 ആണ് ഇമേജ് ആയിട്ട് വരിക, വിച്ച് ഇസ് ക്ലോസ്ഡ്. സോ എയ്തർ ക്ലോസ്ഡ് ഓർ ഓപ്പൺ എന്നുള്ളത് എന്തായാലും ഇല്ല. നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽസിന്റെ ഇമേജ് എടുക്കുമ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൽ അത് ക്ലോസ്ഡ് എന്നുള്ളത് പ്രിസർവ് ചെയ്യും. സോ ഇത് രണ്ടും തെറ്റാണ്. ഈ എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് ഇത് രണ്ടും തെറ്റാന്ന് പറയാം. ഇനി ക്ലോസ്ഡ് ഇന്റർവെൽ മാത്രമാണോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ ഓർ സിംഗിൾട്ടൺ, ഇവിടെ ഒരു സിംഗിൾ ആൻസർ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾട്ടണും വരാൻ സാധ്യതയുണ്ടോ? ആക്ച്വലി സിംഗിൾട്ടണും വരാം. നമ്മൾ എടുക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5. ഇതേ ഇന്റർവെല്ലിൽ ഞാൻ എടുത്തു. അപ്പൊ എന്ത് ഇൻപുട്ട് ചെയ്താലും ഇമേജിൽ ഈ 5 അല്ലേ ഉള്ളൂ. അപ്പം ഇൻപുട്ട് ക്ലോസ്ഡ് ഇന്റർവെൽ ആയിരുന്നു, പക്ഷെ ഇമേജിൽ എനിക്ക് എന്തേ ഉള്ളൂ, ഈ 5 മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് സിംഗിൾട്ടൺ. ആക്ച്വലി ക്ലോസ്ഡ് സെറ്റ്സിന്റെ ഇമേജ് ക്ലോസ്ഡ് ആണെന്നാണ് നമ്മൾ പറയാം. സിംഗിൾട്ടൺ സെറ്റ്സും ആക്ച്വലി ക്ലോസ്ഡ് ആണ്. അപ്പം സെറ്റ് വെച്ച് പറയുമ്പോൾ ക്ലോസ്ഡിനെ ക്ലോസ്ഡ് സെറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. അപ്പൊ അത് ഇന്റർവെല്ലും സിംഗിൾട്ടണും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞാലും അത് രണ്ടും ക്ലോസ്ഡ് സെറ്റ്സ് തന്നെയാണ്. അപ്പം സിംഗിൾട്ടണും ആവാനുള്ള സാധ്യത ഉണ്ട്. സോ ഡി ആണ് ആൻസർ. മൾട്ടിപ്പിൾ ചോയ്സ് ആയിരുന്നെങ്കിൽ എ ഓർ ബി എന്നൊക്കെ പറഞ്ഞ് തരായിരുന്നെങ്കിൽ എയും ട്രൂ ആയേനെ. പക്ഷെ ഇവിടെ
ഒരു ആൻസർ ചൂസ് ചെയ്യാനാണ്. സോ വി ഹാവ് ടു ചൂസ് ദ മോസ്റ്റ് പ്രോബബിൾ വൺ. ഡി ഈസ് ദി ആൻസർ. സോ ക്ലോസ്ഡ് സെറ്റിന്റെ കണ്ടിന്യൂസ് ഇമേജ് ക്ലോസ്ഡ് ആണ്, അതാണ് പോയിന്റ്. അപ്പൊ അതൊരു ക്ലോസ്ഡ് ഇന്റർവെൽ ആകുമ്പോൾ ആ ഇമേജ് ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അതെന്താ, ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ്ഡ് സെറ്റ് ആണ്. അപ്പൊ അതിന്റെ ഇമേജ് ക്ലോസ്ഡ് സെറ്റ് ആണ്. അത് എങ്ങനത്തെയൊക്കെ ക്ലോസ് സെറ്റ് വരാം? ക്ലോസ്ഡ് ഇന്റർവെൽ ആയിട്ടും വരാം, സിംഗിൾട്ടൺ ആയിട്ടും വരാം. അതാണ് പോയിന്റ്. ഓക്കെ, സോ ഇത് ലാസ്റ്റ് പ്രോബ്ലം ആണ്. താങ്ക് യു.